കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തുടക്കമാകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ. എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കണം എന്നാണ് വാടക വീടുകളിലും ബന്ധുവീടുകളിലും കഴിച്ചുകൂട്ടുന്നവർക്ക് ആവശ്യപ്പെടാനുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്കുള്ള സ്നേഹഭവനങ്ങളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ 434 വീടുകൾ നിർമ്മിക്കും. 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിൽ 1000 ചതുരശ്രയടി വിസ്തൃതിയിലാണ് വീടുകളുടെ നിർമ്മാണം. 2 ബെഡ്റൂമുകൾ, ഡൈനിങ് ഹാൾ, സിറ്റ് ഔട്ട്, റീഡിംഗ് റൂം, ബാത്റൂം, അടുക്കള, വർക്കിംഗ് ഏരിയ എന്നീ സൗകര്യങ്ങളുണ്ടാകും. ഒറ്റനില വീടുകളാണ് നിർമ്മിക്കുന്നതെങ്കിലും ഭാവിയിൽ ഇരുനിലയാക്കാൻ കഴിയും വിധം അടിത്തറ ശക്തമാക്കും. നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായതോടെ 8 മാസത്തോളമായി വാടക വീടുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവർ വലിയ പ്രതീക്ഷയിലാണ്. ഇവിടെ സ്ഥലമൊക്കെ നല്ല രസമുണ്ട് കാണാൻ. സന്തോഷം തന്നെ. വീട് ഇത് സ്ഥലം കണ്ടുമ്പോൾ തന്നെ ഞങ്ങൾ പള്ളം നിറഞ്ഞു. അതേമാതിരി ഞങ്ങൾക്ക് വീടാട്ടെ. പട്ടിക വിപുലീകരിക്കണമെന്നും അർഹരായ മുഴുവൻ പേർക്കും വീട് ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സന്തോഷത്തിന് പിന്നെ നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നുണ്ട്, അതും കൂടെ ഉൾപ്പെടണം. ടൗൺഷിപ്പിൽ വീടുകൾക്ക് പുറമെ ആരോഗ്യ കേന്ദ്രം, മാർക്കറ്റ്, അംഗൻവാടി, കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടാകും. വിപുലമായ സൗകര്യങ്ങളോടെയാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഡിസംബറോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വയനാട് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.